നമ്മൾ പലതരം ചിക്കൻ ഫ്രൈ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു ചിക്കൻ ഫ്രൈ കണ്ടിട്ടുണ്ടാവില്ല. ചേച്ചിയുടെ അടുത്ത് മീനായാലും ചിക്കൻ ആയാലും ഒക്കെ ഇതേ ഇതുപോലെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കണേ. ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. മീഡിയം പരുത്തി എടുക്കണം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചിക്കൻ ഫ്രൈയിൽ അതുമാതിരി തന്നെ മീനായാലും ഇങ്ങനെയാണ് കേട്ടോ ഫ്രൈ ചെയ്യണേ. നോക്കി ഒരുപാട് എണ്ണയൊന്നുമില്ല. ചേച്ചി വരുന്ന ആളുകളുടെ ആരോഗ്യത്തിനും കൂടെ ഒരു കരുതൽ കൊടുക്കുന്ന ആളാണ്. ഞങ്ങളിവിടെ വന്ന് കഴിക്കാൻ തന്നെ ഉള്ളൊരു കാരണം അതാണ്. ഈ റോട്ടിൽ നിന്ന് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര മണമായിരുന്നു ഈ മീൻ വറക്കണേൻ്റെ. പക്ഷെ വന്നപ്പോൾ ഇവിടെ വാഴലയൊക്കെ മൂടിയും വെച്ച് അങ്ങനെയാണ് മീൻ പൊരിക്കണുണ്ട്. അന്നേ നമ്മൾ നോക്കി വെച്ചിട്ട് പോയതാണ്. ഇഷ്ടം പോലെ വിളമ്പി കഴിച്ചോളാൻ പറയും. എനിക്ക് ഈശ്വരൻ തരും. ഒരുപാട് പേരെ വയറ് നിറയ്ക്കുക. അവർക്ക് ആ സംതൃപ്തിയോടുകൂടി നമ്മുടെ മുഖത്തോട് നോക്കിയിട്ട് 100 രൂപ മതിയോ എന്ന് ചോദിക്കുക. അപ്പോൾ ഇതാണ് 100 രൂപയുടെ ഊണതേ. മീൻ വറുത്തതും ഉണ്ട്. മീൻ വറുത്തതിനൊക്കെ ചേച്ചി ആകെ 20 രൂപയാണ് കേട്ടോ മേടിക്കണത്. ഇനി ചിക്കൻ വറുത്തതും കൂടെ ചേർത്ത് നമ്മൾ കാണിച്ചു തന്നില്ലേ തവ ചെയ്യണത്. ഇതാണ് ഇതുപോലെ ചിക്കൻ വറുത്തത് ചേർത്തിട്ടാ ഊണെങ്കിൽ 120 രൂപ. ഓൾ റൗണ്ടറാണ്. കുക്ക്, കാഷ്യർ, സപ്ലയർ എല്ലാം ഈ ഒരൊറ്റ ആളാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊല്ലം ജില്ലയിലാണ്. നമ്മളെ MC റോഡിൻ്റെ സൈഡിലായിട്ട് പനവേലി എന്നാണ് ഈ സ്ഥലത്തിന് പറയുക. അവിടെ കുരുവീസ് തട്ടുകട. ഈ പേരിൽ തന്നെ ചേച്ചിയുടെ പേരാണ് കേട്ടോ, കുരുവി കൃഷ്ണ. ആദ്യം കേട്ടപ്പോൾ ഞാൻ ചെന്നാലും ഇതെന്തായിരിക്കും ഒരു കിളിയുടെ പേര് ഈ കടക്ക് ഇട്ടേന്ന്. പക്ഷേ ചേച്ചിയുടെ പേരാണ് കുരുവി കൃഷ്ണ. നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലം. ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എത്ര വേണമെങ്കിലും കഴിക്കാം, 100 രൂപ കൊടുത്താൽ മതി. അങ്ങനെ ഒരു കട എവിടെയെങ്കിലും ഉണ്ടാവുമോ? അപ്പോൾ ഇവിടെ ചേച്ചിയുടെ അടുത്ത് വന്നാൽ അങ്ങനെയാണ്. മാത്രമല്ല ഇവിടെ മീനും ചിക്കനും ഒക്കെ വറക്കുന്നതിനും ഉണ്ട് കുറച്ച് പ്രത്യേകതകൾ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. വാ. അങ്ങനെ ഒരു പീസാണോ ഊണിൻ്റെ കൂടെ കൊടുക്കുന്നത്? 20 രൂപ. 20 രൂപ. ഒരു മീൻ വറുത്തതിന് 20 രൂപ. അതേതായാലും 20 രൂപ മേടിക്കത്തുള്ളൂ. ഒരാൾ ഉണ്ടിറങ്ങുമ്പോൾ 100 രൂപ. 100 രൂപ. അത് മതി എനിക്ക്. ബീട്രൂട്ടും കടലയും എല്ലാം കൂടി ചേർന്ന കറിയാണ് കേട്ടോ ഇത്. ഉണ്ടോ? ഇത് വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് ഉണ്ടോ ഇങ്ങനെ ഒരു കറി? തേങ്ങ വറുത്തിട്ടതും തേങ്ങ അരപ്പും ഒക്കെ ഇതിനകത്തുണ്ട്. ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണാണ്. കണ്ടോ ഇവിടെ നമ്മൾ ലൈവായിട്ട് വാഴല വെട്ടിയിട്ടാണ് ഇന്ന് ഊണ് തരുന്നത്. ഇന്നല്ല കേട്ടോ, എല്ലാ ദിവസവും അങ്ങനെ തന്നെ. കാരണം വെട്ടി വെച്ചാൽ വാടിപ്പോവും അല്ലേ. അപ്പം അപ്പാപ്പം തന്നെ അങ്ങ് വെട്ടിയെടുക്കുക ഫ്രഷായിട്ട്. ഇപ്പോൾ ഇവിടെ മീനായാലും ചിക്കൻ ആയാലും ഒക്കെ ചേച്ചി ഒരു തവ ഫ്രൈ പോലെയാണ് കൊടുക്കുന്നത്. ഇപ്പം ഈ വന്ന കാലത്ത് എല്ലാവർക്കും അസുഖമല്ലേ, എണ്ണയും ഇതൊക്കെ, കൊളസ്ട്രോളും ഷുഗർ. അപ്പോഴ് നമ്മളെന്തോ ചെയ്യും, ശകല എണ്ണയിൽ കുറച്ച് എണ്ണയിൽ ഇത് നല്ല രുചികരമായിട്ട് എടുക്കുക. അതാണ് എൻ്റെ പിടിക്കും. സമയം എടുക്കുന്നേ ഉള്ളൂ അല്ലേ? ആളുകൾ വന്നിട്ട് എന്ത് പറയും? നല്ലതാണ്, നല്ല ടേസ്റ്റ് ആണ് പറയും. 100 രൂപയുള്ളൂ, 100 രൂപയുള്ളൂ. വയറ് നിറയെ കഴിക്കാം, ഇഷ്ടം പോലെ വിളമ്പി കഴിക്കാം. ബൊഫേ സിസ്റ്റം ഇല്ല. എത്ര മണിയാകുമ്പോഴാണ് ഊണൊക്കെ റെഡി ആവണേ? ഊണ് ഒരു 12 മണിക്കാകാം. ചേച്ചി എപ്പോൾ പോകും ഇവിടുന്ന്? ഞാൻ ഇവിടുന്ന് കട 2:30 ആകുമ്പോൾ അടയ്ക്കും, ചോറ് തീരും. 8.5 വർഷമായി ഞാൻ ഈ കട തുടങ്ങിയിട്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ആണ്, എനിക്ക് ജീവിക്കാൻ വേണ്ടി അവള് ചെയ്ത് തന്നെയാ. അവിടെ അമേരിക്കയിലാ മക്കളുടെ കൂടെ. ഇല്ല എന്നെ ഫ്രണ്ട് പഠിപ്പിച്ചു കുറെയൊക്കെ. പിന്നെ ബിന്ദു തങ്കച്ചൻ. ബിന്ദു തങ്കച്ചനാണ് അപ്പൊ ഈ കടയുടെ പിന്നിലുള്ള ഓണർ. എൻ്റെ പ്രചോദനം. പിന്നെ എൻ്റെ ഒരു സഹോദരൻ സുനിൽ ദിവാകർ, ബിസിനസ്സാണ് പുള്ളിക്ക്. അച്ഛൻ്റെ ഏട്ടൻ്റെ മോന. പുള്ളിയെ വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു തരും എൻ്റെ അണ്ണൻ. ആര് വന്നാലും നിറയെ ഫുഡ് അവരവർ തന്നെ വിളമ്പി കഴിക്കുക. പിന്നെ എൻ്റെ അനുജത്തി ഷീബ, കൂടപ്പുറപ്പ് എല്ലാത്തിനും ഉണ്ട്. എൻ്റെ ഭർത്താവും എല്ലാത്തിനും എൻ്റെ ചേട്ടനും സപ്പോർട്ടാ. അമ്മയും ചേട്ടൻ്റെ അമ്മയും 14 വയസ്സ് മുതലുള്ള കൂട്ടുകാരെ ഇപ്പം 53 വീതമായി. ഇപ്പോഴും ആ കൂട്ട് വിടുന്നില്ല. ഇന്ന് വാടകയോ കാര്യമോ ഒന്നും വാങ്ങില്ല. ഭയങ്കര വേണമെങ്കിൽ പൈസ ഇങ്ങോട്ട് തരും. അതാണ് ഫ്രണ്ട്. ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഞായറാഴ്ച കടയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യാനുസരണം വിളമ്പി കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ കടയിലും ഇങ്ങനെ ആക്കണം. അപ്പോൾ ഭക്ഷണം വേസ്റ്റ് ആവില്ല. അപ്പോൾ എനിക്കൊക്കെ ഞാൻ കുറച്ച് കഴിക്കണ കൂട്ടത്തില്ല. അപ്പോൾ ഒരുപാട് ചോറ് കിട്ടിയാൽ പറ്റൂല. പക്ഷെ നിറച്ച് കഴിക്കുന്ന ആളുകളുണ്ട്. ഈ ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇത്രയും ചോറൊന്നും ഉണ്ടാപ്പോരാ. അപ്പോൾ അവർക്ക് അവരനുസരിച്ച് അവരെടുത്തോട്ടെ. മാങ്ങ അച്ചാറുണ്ട്, ഉടച്ചു കൂട്ടാൻ, ഇനി ക്യാബേജ്, സാലഡ്, പിന്നെ നമ്മൾ നേരത്തെ വെച്ച കൂട്ടാനില്ലേ കടല, മീൻ കൂട്ടാനും ഉണ്ട്. ഞാൻ അതാണ് ഒഴിക്കണം. കുരുവി ചേച്ചി പേര് പോലെ അങ്ങനെ ചെറിയൊരു കുരുവിയൊന്നുമല്ല, ആളൊരു പുലിയാണ് കേട്ടോ. കാരണം ഹെവി ലൈസൻസ് ഒക്കെ ഉള്ള ആളാണ്. ഒരു ഫയർ ആൻഡ് സേഫ്റ്റി ഒക്കെ പഠിച്ച സമയത്തെ
ഓട്ടോ ഒക്കെ ഓടിക്കും, എല്ലാം ചെയ്യും. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ഞാൻ പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാതിരി കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ ഇട്ട ഒരുപാട് ആളുകൾ വരും, ചേച്ചിക്ക് തന്നെ ബുദ്ധിമുട്ടാകുമ്പോൾ ചേച്ചി പറയും ഇല്ല അതൊക്കെ ആളുകൾ കഴിച്ചോട്ടെ, വേണ്ടാന്ന് നമ്മളും പറയില്ല ചില വീഡിയോയിൽ, വേണ്ടാന്ന് പറയുന്ന ഒരേ ഒരു സാധനം, മതി എന്ന് പറയുന്ന ഒരേ ഒരു സാധനം ആഹാരമാണ്, വയറ് നിറച്ച് കഴിച്ചോട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും അങ്ങ് മരിച്ചു പോകും, ഭക്ഷണം വയറ് നിറച്ച് കഴിക്കട്ടെ എന്നുള്ള ആ ഒരു മനസ്സാണ് ചേച്ചിക്ക്. അപ്പോൾ ഒരു പരിധി വരെ നമ്മൾ ഈ കാണിക്കുന്ന പല കടകളിലും ഈ ലാഭം എങ്ങനെ ലാഭം ഉണ്ടാക്കാം അല്ലെങ്കിൽ ലാഭം ഇത് മാത്രം കണ്ട് ബിസിനസ് നടത്തുന്നവരല്ല. വരുന്ന ആളുകൾ കഴിച്ച് നിറഞ്ഞേച്ചും പോകണം, നമ്മളെ പ്രാവിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ഇതാ മീനൊക്കെ കണ്ടോ, ഇങ്ങനെ വറക്കുന്നതുകൊണ്ടുള്ള ഗുണം വെച്ചാൽ ഈ എണ്ണയിൽ കിടന്ന് വേവുമ്പോൾ ഉണ്ടാകുന്ന ആ എണ്ണ കുടിക്കണം അത്രയും കുടിക്കില്ല, ചെറിയ വെളിച്ചെണ്ണ വെച്ചിട്ടല്ലേ. ചിക്കൻ ആയാലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നേ, എന്നാൽ നമ്മുടെ സാധാരണ ചിക്കൻ ഫ്രൈ പോലെ തന്നെയായിരിക്കണം, ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഇച്ചിരി സമയം എടുത്തു, കുറച്ചധികം സമയം എടുത്തിട്ടാണ് ഇത് വെന്ത് കിട്ടുക. വളരെ ചെറിയ തീയിൽ അങ്ങനെ കിടക്കുക, എണ്ണ അധികം ഇല്ലാത്തതുകൊണ്ട്. ചേച്ചി കൊല്ലത്തുനിന്ന്, എവിടെ വെച്ച് കരിക്കോട് അല്ലേ, ഓടനാവട്ടാണ് സ്വന്തം നാട്, പക്ഷെ വരുന്നത് കരിക്കോട് നിന്ന് രാവിലെ അങ്ങ് പനവേലി, കൊട്ടാരക്കര പനവേലി വരെ വണ്ടി ഓടിച്ച് വന്ന് ഇവിടെ തുടങ്ങും. രാവിലെ 12 മണിയാകുമ്പോഴേക്കും ഊണും ഇത്രയും കറികളും ചിക്കനും എല്ലാ സാധനവും റെഡിയാക്കും. വേറൊരാൾ ഒരു പ്ലേറ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കാൻ പോലും ഒരാളുടെ സഹായം ഇല്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഫ്രീ ആയിട്ട് സമയം കിട്ടുമ്പോഴാണ് അപ്പുറേ പോയി വാഴ നടൽ, വാഴയ്ക്ക് വെള്ളമൊഴിക്കൽ കാര്യങ്ങളൊക്കെ. ഇനി ഇതൊക്കെ തീരുമ്പോൾ ആൾ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലാം നാളേക്കുള്ളതും കൂടെ സെറ്റ് ചെയ്യണമല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ആലപ്പുഴയ്ക്ക് പോയ സമയത്ത്, അപ്പോൾ അന്ന് MC റോഡ് വഴിയാണ് പോയത്. മറ്റേ വഴി പോകുമ്പോൾ റോഡ് ഭയങ്കര മോശമായതുകൊണ്ട് മിക്കവാറും ഈ വഴിയാണ് യാത്ര. അപ്പോൾ ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയമായിരുന്നേ, നമ്മൾ കവിത ചേച്ചിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി ആലപ്പുഴ പോകുന്ന ദിവസം. അപ്പോൾ ഇവിടെ വന്നിട്ട് ആ ഊണ് കഴിച്ചു. അപ്പോൾ നമ്മൾ ഈ കട ഇങ്ങനെ ജസ്റ്റ് നമുക്ക് ഇതിന് മുന്നേ യൂട്യൂബിൽ ഒരാൾ കമൻറ്റ് ഇട്ട് തന്നായിരുന്നു, കട ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അന്ന്. പക്ഷേ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ കണ്ടു. എന്നിട്ട് അവിടെ പോയി വണ്ടി തിരിച്ച് ഇങ്ങ് വന്നു. വണ്ടി നിർത്തി അവിടെ ഇറങ്ങി ഇങ്ങോട്ട് നടക്കുമ്പോഴേക്കും മീൻ മറക്കണ വല്ലാത്തൊരു മണം. ഞാൻ നോക്കിയപ്പോൾ മീൻ ഇങ്ങനെ വാഴയിലൊക്കെ ഇട്ട് മൂടി വെച്ചേക്കാം, എന്നാൽ ഇതെന്ത് മീൻ മറക്കും എന്ന് വിചാരിച്ചു. പക്ഷെ മീൻ കഴിച്ചപ്പോൾ അതാ ഇങ്ങനത്തെ, അന്ന് ചാള എന്തോ ആയിരുന്നു, ഭയങ്കര സ്വാദായിരുന്നു. ഈ മസാല തന്നെ വേറെ തന്നെയാണ്. മാത്രമല്ല ഈ എണ്ണയിൽ മുങ്ങിക്കിടന്ന് വറക്കുമ്പോൾ ഈ മസാലയുടെ പൊടി അങ്ങ് പോകും. പക്ഷെ നമ്മൾ ഇങ്ങനെ വെച്ച് വറക്കുമ്പോൾ ഇത് എവിടെയും പോകില്ല, മസാല മീനിൽ തന്നെ പറ്റി പിടിച്ചിരിക്കും. അന്നേ ഞങ്ങൾ പറഞ്ഞിട്ട് പോയി, ചേച്ചി ഞങ്ങളൊരു ദിവസം വീഡിയോ എടുക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇവിടെ കഴിച്ചുകൊണ്ടിരുന്ന 2-3 പേര് നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നത്. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, ഇവിടുത്തെ ഒരു ഗുണം ചേച്ചി വിളമ്പി തരുമെന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ കഴിക്കാം, ചേച്ചി ഒന്നിലും ഇടപെടില്ല, ഇവിടെ കൊണ്ട് വെച്ചേക്കുള്ളൂ എന്ന് അവർ പറഞ്ഞേച്ചും പോയി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കുരുവി ചേച്ചി സ്പെഷ്യൽ ചിക്കൻ. അതിങ്ങനെ വറക്കണം ഞാൻ കണ്ടിട്ടില്ല അവരുടെ. ഞാൻ വീട്ടിലൊക്കെ ചെയ്യും, കൊച്ചിനൊക്കെ വറുത്ത് കൊടുക്കണ സമയത്ത്. പക്ഷേ മീൻ വറക്കണ പോലെ നമ്മൾ മീനും അങ്ങനെ തന്നെയാണ് വറക്കണത്, ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഇട്ടിട്ടല്ല. അടിപൊളി മസാലയാണ് കേട്ടോ, മീനിൻ്റെ ആയാലും ചിക്കൻ്റെ ആയാലും. ഇതാ ഇവിടെ ഒരു ഇതിന് പേരെന്നാ വെച്ചിട്ടേക്കണ, ചിക്കൻ പെരട്ടെന്നാ. ഇതിന് ചിക്കൻ പെരട്ട്, ആ ഇത് ഒരു പ്രത്യേക തരത്തിലാണ് മുളകൊക്കെ ഇടിച്ചിട്ട് സവാളയൊക്കെ വഴറ്റിയെടുത്ത് വെച്ചേക്കണേ കേട്ടോ. ഒരു പ്രത്യേക സ്വാദാണേ. കുരുമുളകാണ് ഇതിൻ്റെ പ്രധാനം, കാരണം ഇച്ചിരി എരിവുണ്ട് കുരുമുളകിൻ്റെ. അങ്ങനെ ഇത് സുഭിക്ഷമായി ഭക്ഷണമൊക്കെ കഴിച്ചു. സൂപ്പർ ഊണാണ്. ഒരു വട്ടം മുന്നേ കഴിച്ച് നോക്കിയോണ്ട് എനിക്ക് ഒന്നും കൂടി ഞാൻ പറയും. അപ്പോൾ വന്ന് കഴിച്ചപ്പോഴേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേച്ചോ പോയ ചേച്ചിയോട് പറഞ്ഞേച്ചോ പോയത്. അപ്പോൾ നിങ്ങൾ ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് പനവേലി എന്നാണ് ഈ സ്ഥലത്തിന് പറയുക, കുരുവീസ് എന്താണെന്ന് വെച്ചാൽ കുരുവീസ് ഹോട്ടൽ അല്ലേ. കുരുവീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പിനകത്ത് ഇവരുടെ ലൊക്കേഷൻ കിട്ടും, ചേച്ചിയുടെ കറക്റ്റ് ലൊക്കേഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. ചെറിയൊരു കടയാണെങ്കിലും വന്നിരുന്ന് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നിറഞ്ഞ മനസ്സോടുകൂടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം എന്നുള്ളത് 100%, 101% ഉറപ്പ് തരികയാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചേച്ചിയെപ്പോലെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ വർഷങ്ങളായി രുചി വിളമ്പുന്നവരുണ്ട്. പലരെയും നമ്മളാരും അറിയാറില്ല. നമ്മൾ ഈ വലിയ വലിയ കടകളൊക്കെ തേടി പോകുമ്പോൾ ഇതുപോലെയുള്ള ഇവർക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, എന്ത് വേണമെങ്കിലും കഴിച്ചോ, എത്ര വേണമെങ്കിലും കഴിച്ചോ, ഈ 100 രൂപ തന്നെ ചേച്ചി മേടിക്കുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ലാഭത്തിനപ്പുറത്തേക്ക് കഴിക്കുന്നവൻ്റെ വയറ് നിറയണം, അല്ലെങ്കിൽ മനസ്സ് നിറയണം, കഴിക്കുന്ന ആൾ ഇവിടെ വീണ്ടും തിരിച്ചിവിടേക്ക് വരണം, നല്ല സാധനം കൊടുത്താലേ ആളുകൾ വരും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, എന്ന് വിചാരിക്കുന്ന ആളുകളുടെയൊക്കെ സ്ഥാപനങ്ങളെയാണ് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. നിങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഒന്ന് കഴിച്ച് നോക്കുക. ഇവിടെ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കമൻ്റായിട്ട് പറയണം, കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നും കൂടെ കേട്ടോ. കാരണം അതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജം. മുന്നിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങളൊരു വീഡിയോ ഇട്ടു, അവിടെ പോയി ഫുഡ് കഴിച്ചു. പലരും പറയാറുണ്ട് ചിലയിടത്തൊക്കെ പോയിട്ട് മോശമായി പോയി എന്നൊക്കെ പറയുന്നതുകൊണ്ട്, വളരെ നന്നായിരുന്നു എന്ന് പറയുന്നതുകൊണ്ട്. അതൊക്കെ ഓരോ ഇതാണ്. ഇപ്പോൾ ചേച്ചി ഇപ്പോൾ ഇന്ന് ചെയ്യുന്നു, ഇതുപോലെ ആവണമെന്നില്ല നാളെ വെക്കണ കറികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് നമ്മൾ തന്നെ വീട്ടിൽ വെക്കൂലേ.
ഉപ്പ് കൂടി പോകും, എരിവ് കൂടി പോകും, ഒക്കെ സ്വാഭാവികം. അങ്ങനെയൊക്കെ വരുന്നതല്ല ഞാൻ പറയുന്നത്. ഇവിടെ മായം ചേർക്കലുകളില്ല. നമ്മളിപ്പോൾ കഴിച്ചു കഴിഞ്ഞു, ചേച്ചിയും കഴിക്കാൻ പോവുകയാണ്, എല്ലാവരും അവരവർ തന്നെ കഴിക്കുന്ന ഭക്ഷണമാണ്, അതിനകത്ത് ഒരാളും മായം ചേർക്കില്ല. അതാണ് ഇവിടത്തെയൊക്കെ വിശ്വാസം. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അവസാനിപ്പിക്കുകയാണ്. പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം.